കാക്ക പാറി വന്നു പാറമേലിരുന്നു. കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. ചെറുപ്പത്തിൽ നമ്മൾ പലരും ആവർത്തിച്ച് പാടിയ 2 വരി പാട്ടാണ് ഇത്. സൂത്രക്കാരനും വൃത്തിക്കാരനുമായി കാക്ക അങ്ങനെ നമുക്ക് കുഞ്ഞിലെ തന്നെ ഒരു പരിചയക്കാരനാണ്. പൊതുശല്യമായി കണക്കാക്കുന്ന കാക്കകളെ വെച്ച് അല്പം നിറം കുറഞ്ഞവരെ കളിയാക്കാൻ പോലും ആളുകൾ മടിക്കാറില്ല. കാക്കക്കറുമ്പി, കാക്കക്കറുപ്പ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ മുൻപ് ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ. കാക്കക്കറുമ്പൽ കണ്ടാൽ കറുമ്പൽ എന്ന പാട്ടും മലയാളികൾ മറക്കാറില്ല. മറ്റൊരു പാട്ടുണ്ട്, കാക്കേ കാക്കേ കൂടെ വിട്. പൊതുവെ മനുഷ്യന് അല്പം ഇഷ്ടമില്ലാത്ത ജീവിയാണല്ലോ കാക്ക. അത് ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ചിട്ടില്ല. ലുക്കും നോട്ടവും അത്ര പോരാ. അതുകൊണ്ട് തന്നെ കറുത്ത നിറമായി പോയി എന്ന കാര്യത്തിലാണ് അവഗണന അത്രയും കാക്കയ്ക്ക്. എന്നാൽ പുച്ഛിക്കുന്നവരെ ഒന്നറിഞ്ഞോളൂ, മറ്റു പക്ഷികൾ മാറി നിൽക്കുന്ന അത്രയും സവിശേഷതകളാണ് ഈ കാക്കയ്ക്ക് ഉള്ളത്. കൊർവസ് സ്പ്ലൻഡൻസ് കാക്കയുടെ ശാസ്ത്രനാമം. ഇതിലെ സ്പ്ലൻഡൻസ് എന്നത് സ്പീഷീസ് നാമത്തിന് ലാറ്റിൻ അർത്ഥം തന്നെ അതിബുദ്ധി എന്നാണ് അർത്ഥം. കോർവസ് ജനുസിൽപ്പെട്ട റാവൽ എന്ന ഇനം കാക്കയും കാലിഡോണിയൻ കാക്കയും ഒക്കെ ബുദ്ധിയുടെ കാര്യത്തിൽ ബഹുകേമന്മാരാണെന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പേനക്കാക്ക, കാവതിക്കാക്ക എന്നൊക്കെ വിളിപ്പേരുള്ള കഴുത്തും നെഞ്ചും ചാരനിറത്തിലുള്ള വീട്ടുകാക്ക ആണ് നമ്മുടെ നാട്ടിലെ പ്രധാന കാക്ക ഇനങ്ങൾ. അവയേക്കാൾ അല്പം വലിപ്പ കൂടുതലുള്ള മൊത്തം കടും കറുപ്പ് നിറമുള്ള ബലിക്കാക്ക ആണ് രണ്ടാമത്തെ മറ്റൊരു ഇനം. ഇരുവരും സാമൂഹ്യ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് താനും. ശരീര വലുപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും വലിയ തലച്ചോറാണ് കാക്കകൾക്കുള്ളത്. ബുദ്ധിശക്തിയിൽ ചില്ലറക്കാരോട് അല്ല, മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കുരങ്ങുകളോടാണ് ഇവയുടെ മത്സരം. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ അങ്ങനെ ഇന്ന സാധനമേ തിന്നു, ഇന്നയിടത്തെ ജീവിക്കൂ എന്ന ശാഠ്യമൊന്നും ഈ കാക്കകൾക്കില്ല. മണ്ണിര, പുൽച്ചാടി, പഴങ്ങള്, പച്ചക്കറികൾ, എന്തിനു മറ്റൊരു അഴുകിയ ശവങ്ങൾ വരെ കാക്കകൾ കണ്ണും പൂട്ടി അകത്താക്കും. എന്തും തിന്ന് അതിജീവിക്കാനുള്ള സാമർഥ്യം കാരണമാണ് കാക്കകൾ കടൽ കടന്ന് ചെല്ലുന്നിടത്തെല്ലാം സാമ്രാജ്യം സ്ഥാപിച്ചത്. പൊതുവെ കാക്കകളെ കണക്കാക്കുന്നതെങ്കിലും മാലിന്യങ്ങൾ കൊത്തി തിന്ന് വൃത്തിയാക്കുന്നതിൽ ഇവർ ഒന്നാം സ്ഥാനക്കാരാണ്. ആവശ്യം കഴിഞ്ഞുള്ള ഭക്ഷണം തന്ത്രപരമായി ഒളിവിടങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്ന ശീലവും ചില കാക്കകൾക്കുണ്ട്. ദിവസവും കുളിച്ച് തൂവലുകൾ കോതി വൃത്തിയാക്കി സുന്ദരന്മാരായി ജീവിക്കുന്ന പക്ഷിവർഗത്തിലെ ഒസിഡിക്കാരൻ. ദിവസവും കുളിക്കാതെ മുങ്ങി നടക്കുന്ന ചില മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം. 10 ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ ഇര തേടി സഞ്ചരിക്കുന്ന കാക്കക്കൂട്ടങ്ങളിൽ 200 മുതൽ 1000കണക്കിന് വരെ അംഗങ്ങൾ ഉണ്ടാവും. അംഗങ്ങളെല്ലാം വൈകുന്നേരമാകുമ്പോൾ ഉയർന്ന ഒരു മരത്തിലോ മരക്കൂട്ടത്തിലോ ചേക്കേറാനായി പറന്നെത്തും. ഇതിനു മുമ്പ് തൊട്ടടുത്തുള്ള മരങ്ങളിലോ മൈതാനത്തോ കൂട്ടമായി വന്നിരുന്ന് ഒരു ഏരിയ സമ്മേളനം തന്നെ ഈ ബിരുദന്മാർ നടത്തിക്കളയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സംഘബോധമാണ് ഇവരുടെ മെയിൻ. കുറച്ചധികം ഭക്ഷണം എവിടെയെങ്കിലും കണ്ടാലോ കൂട്ടത്തിൽ ഒരുത്തനെ ആക്രമിച്ചാലോ കാക്കകളുടെ തനി നിറം അപ്പോൾ നമുക്കറിയാം. കാക്ക എന്ന് നീട്ടി വിളിച്ച് അവർ തന്റെ സൈന്യബലം പുറത്തു കാണിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രായപൂർത്തിയായാൽ കാക്ക ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിക്കും. പെൺകാക്കകൾ 3 വർഷം കൊണ്ടും ആൺകാക്കകൾ 5 വർഷം കൊണ്ടും പ്രായപൂർത്തിയാകും. ഈ സമയത്താണ് കുടുംബ, കുട്ടികൾ എന്നിവയെല്ലാം ചർച്ചയാകും. കൂട്ടത്തിൽ നിന്ന് വിട്ട് തനിച്ച് കൂട് കെട്ടും. കൂട് കെട്ടാൻ ഇന്ന സാധനം വേണമെന്നില്ല. ചുള്ളിക്കമ്പുകൾ, കമ്പിക്കഷ്ണം, പ്ലാസ്റ്റിക് വയറുകൾ എന്നിവ കിട്ടുന്ന എന്തും വെച്ച് അവർ സ്വന്തമായി അവരുടെ ഒരു കൂട് കിട്ടും. അത് അവർക്കൊരു താജ്മഹലാണ്. ജന്തുലോകത്തെ കിടിലൻ എഞ്ചിനീയർമാരാണ് കാക്കകൾ. ഈ കൂടുണ്ടാക്കുന്നതിൽ കൂടുണ്ടാക്കി കഴിഞ്ഞാൽ ഇണയെ വളച്ച് കൂട്ടിലെത്തിക്കും. ഡിസംബർ മുതൽ ജൂൺ വരെയാണ് സന്താനോൽപാദന കാലം. 3 മുതൽ 9 മുട്ടകൾ വരെ ഒരു പ്രാവശ്യം ഇടും. കുഞ്ഞുങ്ങൾ പറക്കമുറ്റുന്നതോടെ ഈ കൂട് കാക്കകൾ ഉപേക്ഷിക്കും. ജന്തുലോകത്തിലെ ചരിത്ര പ്രസിദ്ധമായ കബളിപ്പിക്കലുകളിൽ ഒന്ന് കാക്കകളുമായി ബന്ധപ്പെട്ടതാണ്. കാക്ക മുട്ടയോട് സാമ്യമുള്ള മുട്ടയായതിനാൽ കുയിൽ കാക്കക്കൂട്ടിൽ മുട്ടയിടും. വളരെ ബുദ്ധിയുള്ള ഇനമായിട്ടും കാക്കകൾ ഇത് തിരിച്ചറിയാറില്ല. മുട്ട വിരിഞ്ഞു വരുമ്പോഴാണ് കുയിലിന്റെ കുഞ്ഞാണെന്ന് കാക്കകൾ തിരിച്ചറിയുക. ഇതൊക്കെയാണെങ്കിലും ബുദ്ധി സാമർഥ്യത്തിൽ മുന്നിലാണ് കാക്കകൾ. ഭക്ഷണകാര്യത്തിലും ആ ബുദ്ധി സാമർഥ്യം കാണാം. മരപ്പൊത്തുകളിലെയും വിള്ളലുകളിലെയും പ്രാണികളെയും പുഴുക്കളെയും തിന്നാൻ തെക്ക് പടിഞ്ഞാറെ ശാന്തസമുദ്രത്തിലെ ന്യൂ
ന്യൂ കാലഡോണിയയിൽ ഉള്ള കാക്കകൾ പ്രത്യേക രീതിയാണ് ഉപയോഗിക്കുന്നത്. ചെടികളുടെ ചില്ലുക്കമ്പുകൾ മുറിച്ചെടുത്ത് ഇലകൾ നീക്കം ചെയ്ത് നീളമുള്ള ചുള്ളി ഉണ്ടാക്കും. കുത്തിയെടുക്കാനുള്ള വളരെ കൃത്യതയുള്ള ഉപകരണം. ഈ നീളൻ കമ്പുകൾ കടിച്ചു പിടിച്ച് മരപ്പൊത്തുകൾക്കുള്ളിൽ ചെറുധാരങ്ങളിൽ നിന്ന് പുഴുക്കളെയും പ്രാണികളെയും കുത്തിയിളക്കി അതിൽ പിടിച്ച് വലിച്ചെടുത്ത് കഴിക്കും. ചിലപ്പോൾ കമ്പുകളെ പ്രത്യേക രീതിയിൽ ഒടിച്ചെടുത്ത് കൊക്കുപോലെ ഉപകരണം ഉണ്ടാക്കിയും ഇരകളെ ആഴത്തിൽ നിന്നും തോണ്ടിയെടുക്കാൻ ഇവർക്ക് പറ്റും. സാരമുണ്ട് പേടിക്കണം എന്നാണ് കാക്കകളുടെ പ്രതികാര ബുദ്ധിയെ കുറിച്ച് പ്രത്യേകം പറയാനുള്ളത്. ഈ ചെറിയ ജീവിക്ക് ഇത്രയും പ്രതികാരമോ എന്ന് ചിന്തിച്ചു പോകും. തങ്ങളെ ഉപദ്രവിച്ചയാളെ ഓർത്തു വെച്ച് ഇവ പ്രതികാരം ചെയ്യും. അവൻ മാത്രമല്ല കൂട്ടുകാരെയും അറിയിക്കും. ഇതുവഴി കൂട്ട ആക്രമണത്തിനാണ് കാക്ക പദ്ധതിയിടുക. ഉപദ്രവിച്ചാൽ മാത്രമല്ല, സ്നേഹം കാണിച്ചാലും കാക്കകൾ തിരിച്ചറിയും. ദയയോടെ സമീപിച്ചാൽ കാക്കകൾ പിന്നെ പരിസരത്ത് നിന്നും മാറില്ല. അതുകൊണ്ട് ഡാ കാക്കേ, പോടാ കാക്കേ എന്നൊക്കെ പറഞ്ഞ് ചൊറിയുന്നതിന് മുമ്പ് ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നമ്മൾക്ക് നല്ലതാണ്.